എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് കരികിന്റെ ജാം. അതിന്റെ പാർട്ട് 1 നമ്മൾ ഇന്നലെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, പാർട്ട് 2 കാണാം. ഇന്ന് എത്രമാത്രം പേടിക്കാനും ഞെട്ടാനും ഉണ്ടെന്ന് ചിരിക്കാനിരുന്നതാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ലളിയ പിന്നെന്താ, തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പേടി. അത് സാധാരണ ഒരു ഹൊറർ അങ്ങനത്തെ ഒരു സംഭവം കണ്ട് പേടിക്കുന്ന രീതിയിലൊന്നുമല്ല. അങ്ങനെയല്ല, അത് തന്നെയായിരിക്കും കേട്ടോ അവരുടെ ഒരു എന്താ പറയാ സംഭവം. അവരുടെ കയ്യിലുള്ള മരുന്ന് എന്ന് പറഞ്ഞ സാധനം അത് തന്നെയായിരിക്കും. എന്തായാലും ഒരുപാട് അങ്ങോട്ട് പേടിച്ച് കുറച്ചിരിക്കുന്ന സാധനം അല്ലാണ്ട് അതിന്റെ അട്ടയെ കൂടിയൊക്കെ ചെറിയ ചെറിയ കോമഡികളിലൂടെ സംഭവം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണാം. പിന്നെ ക്വാളിറ്റി മേക്കിംഗ് ഒരു രക്ഷയില്ല, ഗംഭീരം. ഓക്കെ, അപ്പൊ പാർട്ട് 2 ഞാനാ അതെ, രണ്ടിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കോളാം. പേരൊക്കെ എഴുതിട്ട് പോട്ടോ. ഫ്ലോർ മാറിപ്പോയേട്ടാ. മോനെ മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. ചേച്ചി ഞങ്ങളോട്ട് ഇറങ്ങുക. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. പോയ പണി വാളുമ്പോ ഈ ചേർക്കുന്നതാണ് പ്രശ്നം. നല്ല കരിക്ക് പ്രസൻസ്. ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട് ഉറങ്ങാൻ പറ്റുന്നത് മെസ്സേജ് 5 പേർക്ക് അയച്ചു കൊടുത്തില്ല. അത് വിളിച്ചിട്ടോ. എന്നിട്ട് അയാളോടെ പോയി. എന്റെ സ്വപ്നത്തിൽ നീ ഡ്രാപ്പിളായിരുന്നു. കിടന്നുറങ്ങാൻ നോക്കടാ. എടാ, എന്റെ പാസ്പോർട്ട് അയാളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. എടാ പാപ്പ, നമുക്ക് എടുത്തിട്ട് വരാം. നീ പോയി എടുത്തിട്ടോ. എടാ, അയാളുടെ കിണി കാണാൻ എനിക്ക് വയ്യ. നീ ഇവിടെ വാ. പോട്ട് വാടാ. എന്നാ നിനക്കൊണ്ടെന്ന് മുട്ടായി റിമോട്ട് കാറും ഒക്കെ ഞാൻ ചെറുക്കനെടുത്ത് കൊടുത്തേക്ക്. അല്ലെ ഞാനും വരാം. നിനക്ക് ഇവിടുത്തെ വഴി അറിയില്ലല്ല. അയ്യോ, എടാ ബെല്ലടിക്കില്ലേ? എന്തേ എഴുതുമ്പോ ലൈറ്റ് കത്തുന്ന ഒരു പേരുണ്ട്, അതോടെ എടുത്തിട്ട് വരട്ടെ. എന്തേ ഞാൻ എഴുതിയ കത്തില്ലേ? ബെല്ലടിയടാ. ഒന്നും കേക്കണല്ലോ. കരണ്ടോ? ചേട്ടാ, ചേച്ചി, കുഞ്ഞാനെ ഞാൻ ചെറുക്കനെ സ്കൂളിലാക്കാൻ പോണ്ടാവും. നീ ഉച്ചക്കാ? നമുക്ക് സെക്യൂരിറ്റി ചോദിച്ചാലോ? ബാ. ചേട്ടാ, ചേട്ടാ ഈ 6 ചേട്ടാ ഇവിടെ 6 അല്ല, ഇനി നിങ്ങളാരാണ്? ഞങ്ങളെ നല്ല രാത്രി വന്നാട്ടാ. രാത്രി? അത് ശരി, ഞാൻ അറിഞ്ഞില്ല. അറിയാനാ? ഇന്നലെ കിടന്ന് എന്തോ ഉറക്കമായിരുന്നു. ചേട്ട കുറുക്കം വലി കേട്ടോണ്ടാ ഞങ്ങള് വന്നത്. സാറേ, എക്സ്ക്യൂസ് അല്ല സാറേ. ഇറങ്ങി ഞാൻ ഇപ്പൊ എത്തും. വണ്ടി ഒന്ന് കിട്ടിയാ മതി. ആ ശരി, വിളിക്കാം. രാവിലെ കലിപ്പിനുള്ള എടാ, ജോലി കണ്ട് പോകുന്ന മട്ടാടാ. അയ്യോ, രാവിലെ തന്നെ ആ മാനേജറിനെ വിളിച്ച് കൊണയായിരുന്നേ. രണ്ടിലും നല്ല തീരുമാനമാവും. എടാ, നമുക്കേ വൈകുന്നേരം സംസാരിക്കാം. എന്നാലൊരു സാമാന്യം മര്യാദ ഇല്ലേ? ഒരു ഫ്ലാറ്റിലേക്ക് കയറുമ്പോ രജിസ്റ്ററിലൊക്കെ എഴുതിട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. രജിസ്റ്ററിലൊക്കെ ഞങ്ങൾ എഴുതിയ ചേട്ടാ. ആ 6 ചേട്ടൻ 6 ആര്? ആ മോനെ, എന്താട്ടാ നീ ഇത് കേട്ടോ? ഇവിടുത്തെ ഏതോ തെണ്ടിയുടെ ഫ്ലാറ്റിലേക്ക് അത് പിന്നെ ഇത് എന്റെ ഫ്ലാറ്റ് വന്നപ്പോ കുറച്ച് നൈറ്റ് ആയി പോയി. അത് കൊള്ളാം. ഇവിടെ ഗസ്റ്റ് ഒന്നും വരൂല, ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് എടുത്തിട്ട് ഇപ്പൊ 2 വലിച്ചേറ്റിക്കൊണ്ട് വന്നേക്കണ. അല്ലേട്ടാ, എന്നാലും 6 പുള്ളി അവിടെ പോയി. 6 ആരും ഇല്ലല്ല ചേട്ടാ. അങ്ങനെ കേറിയപ്പോ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടിട്ടാ. 6 ചേട്ടൻ ചേച്ചിയൊക്കെ കാനഡയ്ക്ക് പോയല്ല. കാനഡയ്ക്ക് പോയാ? ഇത്ര പെട്ടെന്നാ? നമ്മള് വെല്ലടിച്ചിട്ട് ആരും ഇറങ്ങി വരാഞ്ഞേ? മുട്ട ചെറുക്ക, അവരൊക്കെ കാനഡയ്ക്ക് പോയിട്ട് 3-4 മാസമായി. 3-4 മാസം? കള്ളം പറയരുത്. കള്ളോ? ഇനിയിപ്പോ വല്ല കള്ളന്മാരും കയറി. കള്ളന്മാരാ? താക്കോലും നോക്കട്ടെ.
അതിന്റെ ഓരോ റൂം കണ്ട മൊത്തം പൊടി പിടിച്ച് നാശമായി കിടക്കുന്നു. കരണ്ട് പോലും ഇവിടെ. വെറുതെ മനുഷ്യനെ രാവിലെ മെനക്കെടുത്താനായിട്ട്. ചേട്ടാ ഇന്നലെ നൈറ്റ് അല്ലേ മാറി വന്ന ഫ്ലാറ്റ് മാറിപ്പോയിരിക്കുന്നു. എന്റെ പൊന്നുമോനെ ഞാൻ ചത്തൊന്നും കിടക്കില്ലായിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയി. ഇവന്മാരൊന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് മേളിലേക്ക് വന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്ന. ഇവിടെ അതാണ് ഈ ബാച്ചിലേഴ്സിന് കൊടുക്കാത്തത്. ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. അല്ല ചേട്ടൻ ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെയായിട്ടാ വന്നത്. എന്റെ പൊട്ടൻ ചെറുക്കാം, ഇവിടുത്തെ ഫ്ലാറ്റിന്റെ എല്ലാത്തിന്റെ ഉൾവശം ഒരുപോലെ ഇരിക്കണത് എന്ന് പറഞ്ഞ് ഈ കള്ളു കുടിച്ച് കണ്ട ഫ്ലാറ്റിൽ പോയി കയറിയിട്ട് ഇവിടെ മനുഷ്യനെ രാവിലെ എടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ജീവിതത്തില്? ഇങ്ങനെ നടന്നാ മതിയാ. വെളിവില്ലെങ്കിലും ദുബായി പോയി പിന്നെ ഏതെങ്കിലും ഒരു വഴിക്കേ. അതേപോലെയാണോ നിന്റെ കാര്യം? അങ്ങാത്തൊരു ഇതിനൊരു ലക്ഷ്യം ഉണ്ടോ? നാളെ എന്താണെന്നുള്ള ബോധമെങ്കിലും അതെ, ഞാനിപ്പോ വെറുതെ അപ്പനെ കളിക്കണോ? എടാ എൻട്രിക്കീസ് ആപ്പിന്റെ അക്കൗണ്ട്സിന്റെ കോഴ്സല്ലേ ഉള്ളത്. ACC അവരുടെ പുതിയ കോഴ്സാടോ. പഠിച്ചു കഴിഞ്ഞാലേ ലോകം മൊത്തം നല്ല ജോലി സാധ്യത ഉണ്ട്. ഇന്നത്തെ ഞങ്ങളെ പഠിപ്പിക്കണ്ടേ ACCയിലെ നല്ല റിസൾട്ടുള്ള ടീച്ചർമാരാ. താൻ ഈ PWC കേട്ടണ്ട? ഉണ്ടെങ്കിൽ അതിന്റെ കേസ് സ്റ്റഡീസ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആൾക്ക്. ഇതൊക്കെയാണെങ്കിൽ അത് നന്നായി കണ്ടാ മതി. ഓ എടാ, 2 മാസം മുമ്പ് നീ എന്നോട് ആ പാടത്ത് മീൻ പിടിച്ച് നടന്നിരുന്നതല്ലേ? എങ്ങനെയോ കാലത്തെത്തി IT കമ്പനിയിൽ വീണ്. നീ ആദ്യം കോഴ്സ് എടുത്ത് തീർക്ക്, എന്നിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇന്നലെ അവിടെ കണ്ടത് ഒരു കള്ളൻ ഫാമിലി. പക്ഷെ ലോജിക്കലി നോക്കുവാണെങ്കിൽ അത് പ്രേതമാകാനാ സാധ്യത. അതിന്റെയും കൂടി ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏത് കള്ളന്മാരാണ് ഈ പന്ന ഫ്ലാറ്റ് അടിച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടിട്ട് തിരിച്ചു പോകാൻ നേരത്തെ അതേ പൊടിയും മാറായാലും വാരിയിട്ടിട്ട് പോകുന്നത്? ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള കള്ളന്മാരാ പറ്റൂ. അതോ പ്രേതം തന്നെ. സത്യം പറടാ, രാത്രി നീ കുടിച്ച് വെളിവിലാണ്ട് വേറെ അതോ വീട്ടിൽ കയറിയതല്ലേ? ഞാൻ കൊണ്ടുവന്ന കുപ്പി സീര് പൊട്ടി എന്റെ ബാഗിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് പിന്നെ ഉണങ്ങാം. പക്ഷെ ഇന്ന് രാവിലെ ഇവന്റെ വേഷം കിട്ടി എന്റെ അടുത്ത് വന്ന ആള് കിടന്ന്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നിന്റെ മോന്തയിൽ അയാളുടെ മൂഞ്ചി കണ്ട് ഞാൻ പേടിച്ചെന്ന്. എടാ നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഫുഡ് വന്നു, മേടിച്ചിട്ട് വരാം. ഇതെന്തോടെ ഞാൻ പറയുന്ന പ്രാന്ത്? എനിക്ക് തോന്നണേ നമ്മൾ ഇന്നലെ പോയി വെള്ളം കുടിച്ച് നമ്മുടെ തോന്നലാന്ന്. മിക്കവാറും കാലത്ത് തന്നെ എന്റെ പാസ്പോർട്ട് ഉണ്ട് അവിടെ. അതെ, ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? ആരാ? പപ്പച്ചീസ് കിച്ചണിന്ന് ബിരിയാണി കൊണ്ടുവന്നു. 5 സ്റ്റാർ റേറ്റിംഗ്. താങ്ക്സ്. ഈ ഓഫീസ് ഫോണൊക്കെ ഓഫ് ആക്കി വെക്കണം. അതെ, അവൻ പറഞ്ഞ നേരാണ്ടാ. പുള്ളി ഇപ്പൊ വന്നായിരുന്നു. ആര്? പ്രേതം. പുള്ളി ഫുഡ് ഡെലിവറി ചെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയി. നമുക്കൊരു കണിയനെ പോയി കണ്ടാലോ? കണ്ട എന്തൊക്കെയാണ് ഈ പറയണത്? കഴിഞ്ഞ 1.5 മാസം ഞാനവിടെ താമസിക്കണം. ഇന്നേ എനിക്കൊരു പ്രേതം കൊണ്ടുവന്ന ചോറ് തന്നിട്ടില്ല, കൂടെ കിടത്തി ഉറക്കിയിട്ടില്ല. കഞ്ഞിയും മരുന്ന് കിടത്തി ഉറക്കുന്നത് അങ്കനവാടിയെ. ഇതിന് മുന്നേ ഇവിടെ താമസിച്ചവർക്ക് പാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലാണ്ടാരാണ് ഈ മെട്രോന്റെ ചോട്ടിൽ ഇവനെ പോലത്തെ ഒരു കോന്തം ബാച്ചിലാണ് റൂം കൊടുക്കണത്. ഡാ, നീ ഒരു മണ്ടനായിരുന്നു നിന്നെ തലയെ കെട്ടി വെച്ചതാടാ. നീ മുന്നേ താമസിച്ചവരൊന്ന് വിളിച്ചു ചോദിച്ചേ. എന്റെ നമ്പർ ഒന്നുമില്ല. എന്നാ പിന്നെ എന്റെ ഓണറിനോട് ചോദിച്ചൂടെ? ഇതൊരു കഷ്ടമാണ്. വിനീതേട്ടാ, എടോ താൻ റെന്റ് ഇടാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്നല്ലോ പറഞ്ഞിരിക്കണം. അല്ലേട്ടാ അവരെ സംശയം ചോദിക്കാനായിരുന്നേ. സംശയം തീർക്കാൻ ഞാൻ എന്താ ചാറ്റ് കിട്ടിയോ? അല്ലേട്ടാ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലെ ചേട്ടൻ കേട്ടോ അതൊക്കെ ഈ നാട്ടുകാർ തന്നെ ഓരോന്നും പറഞ്ഞിട്ടാക്കണല്ലേ. താനൊരു വ്യത്യസ്ത ആയതുകൊണ്ടാണ് എന്റെ ഫ്ലാറ്റ് എനിക്ക് തന്നത്. പിന്നെ ഈ പുറത്തുനിന്ന് പറഞ്ഞ ചില അലവലാദികളൊക്കെ പറഞ്ഞിട്ടാക്കിയ കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടുകാർ തന്നെ. ചേട്ടാ ഈ നാട്ടുകാര് എന്ത് പറയുന്നാണ് പറയണത്? ഇത്രയും നാൾ അവിടെ താമസിച്ചിട്ട് എനിക്കോ അവിടെയുള്ള റെസിഡൻസിനോ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഓപ്പോസിറ്റ് വീട്ടിലെ പാർട്ടിയുടെ പിള്ളേര് നാട്ടിൽ നിന്ന് വന്നപ്പോ പ്രേതമെന്നോ പിശാചെന്നൊക്കെ ചുമ്മാ കഥയിറക്കി. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. ഹലോ ചേട്ടാ, എന്റെ പേര് ഫഹദ്. വരുണ്ട വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്ന കേട്ടോ. ചുമ്മാ നാട്ടുകാരോടൊന്നും പറഞ്ഞിട്ടാണ്. ചേട്ടാ ഞാൻ വരുണ്ട കൂട്ടുകാരനാ, അല്ലെ ഈ നാട്ടുകാരൻ ഗസ്റ്റ് എന്ന് പറഞ്ഞ മൂപ്പര് ഗോസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഗോസ്റ്റ് ഞാൻ ഓർത്തിരിക്കാറില്ല. ബിക്കോസ് ഐ ആം ആൻ ഏത്തിസ്റ്റ്. നിങ്ങൾക്ക് ഫാന്റസി കഥ കേട്ട ഉറങ്ങാൻ പറ്റുമെങ്കിൽ അപ്പുറത്തുള്ള പാർട്ടിയോട് ചോദിക്കുക. അവരൊരു ചന്നത്തിരി തടയിപ്പുണ്ടാവും. ചേട്ടൻ അറിയാവുന്ന കഥ എന്താ അതൊന്ന് പറഞ്ഞേ. പിന്നെന്താ ഓരോ അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ കുറെ എന്നെ കൊണ്ട് കെട്ടിയെടുത്തിട്ട് ഇവിടെ കിടന്ന് കന്നത്തിരി കാണിക്കാൻ നോക്കിയത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. സൗണ്ട് മാറി. ഞാൻ വെറുതെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒറ്റ സൗണ്ടിലേക്ക് അടിപൊളി. എന്താന്ന്? നിനക്കൊക്കെ കുറച്ച് സ്പെഷ്യലാ. ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തരാം.
കലക്കിട്ടോ. ചേട്ടാ മോനുള്ള പേനയും മുട്ടായും ഒക്കെ ആണെങ്കിൽ എത്തിച്ചേക്കാം കേട്ടോ ഞാൻ. ഓക്കെ, നമുക്ക് ആ പാട്ടിയെ കാണാൻ പോയാലോ? അത് അടിപൊളിയായില്ലേ സൗണ്ട് മാറിയത്. നിങ്ങളെന്താ കുറച്ച് തന്നെ ACC-നെ കുറിച്ചൊക്കെ പറഞ്ഞേ? നീ രക്ഷപ്പെടാൻ തീരുമാനിച്ചേ? അതാണ് ഇപ്പൊ അത്യാവശ്യം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. കലക്കി. ഹായ് പാട്ടി. പാട്ടി നിന്റെ ആരാ? നിനക്ക് എന്നാ വേണോ? ഇത് സൊല്ലിയാകണോ? ഇങ്ങ എവിടെ ഇവിടെ അവിടെ കണ്ണാ നീയാ? കാഫി എടുക്കട്ടെ മാ? മധുരം കൂട്ടി സ്ട്രോങ് കോഫി എടുത്തോ. ഒന്നും വേണ്ട പാട്ടി, ഞങ്ങളെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഇന്നലെ പോലെ ഇമാരെന്തോ കണ്ട് പേടിക്കുന്നു, അത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇവരുടെ ഗസ്റ്റാ? വാടാ താത്ത മറുപടിയും കീഴെ പോച്ച് മന കേൾക്കോ. ജോർജാണോ? ഈ ACC +2 കഴിഞ്ഞവർക്കല്ലേ ചെയ്യുന്നത്? നമ്മൾ BCom കഴിഞ്ഞല്ലേ? ഡിഗ്രി കഴിഞ്ഞവർക്ക് ACC ചെയ്യാം. BCom കഴിഞ്ഞവർക്ക് ഒരു 4-5 പേപ്പർ പിന്നെ പഠിക്കാം. പേടിച്ചിരിക്കണം നേരത്തെ ഇതൊക്കെ ചോദിക്കാൻ കളിക്കണം മനസ്സുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? ദൈവം കണ്ട ലുലു മോളായിരിക്കുന്നു. ഇതാണ് പാട്ടി ഞാൻ പറഞ്ഞത്. അമ്മ എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. ഓ അപ്പടിയാ, അവരുടെ സെക്യൂരിറ്റി പേ தான் பார்த்திருக்கும். സെക്യൂരിറ്റി പേ? 15 வருஷத்துக்கு முன்னாடி இப்படி ஒரு செக்யூரிட்டி இருந்தாரு. ഇപ്പോഴത്തെ പോലെ പുഴുങ്ങിയ സെക്യൂരിറ്റി ഒന്നും അല്ലേ, ജിലേബി പോലെ നല്ല ജില്ല് ജില്ലിരിക്കും. அந்த സെക്യൂരിറ്റി അറിയാതെ ഒരു ഈച്ചയും പൂച്ചയും പോലും ഇങ്ങാട് വരമാട്ടെ. പക്ഷെ ഒരു നാൾ ഒരു തേനീച്ച കയറി. ആ തേനീച്ച വെറുതെ വിടമാണ്ടാൾ വിടമാട്ടെ. ആ ഈച്ചയെ പിടിக்கிறதுக்கு വെറുത്തരമാ നടന്നേ. നടന്ന് നടന്ന് അതാണ് സൗണ്ടില്ലേ? ഈച്ച മാടിന്ന് ശീഘ്രം കുതിച്ചാച്ചു. இந்த ஆளு பின்னாடி குதிச்சாச்சு. ഈച്ച പറന്ന പോച്ച அந்த ஆளு താഴെ വീണ് ഇറന്ന പോച്ച. ഈ അപ്പാർട്ട്മെന്റ് പൂരാ ജോഗിങ് பண்ணிட்டே இருக்கு. പുറത്തു നിങ്ങ വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം അങ്ങനെ പാക്ക முடியும். അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പാട്ടിക്ക് തമിഴ് അത്ര വശമില്ലല്ലേ? കണ്ണാ പുരുഷൻ വന്ന് കോയമ്പത്തൂരുകാരൻ. അതെ ഈ ലാക്കൽ മലയാളീസ് എല്ലാം എന്നെ പാട്ടി പാട്ടി എന്ന് കൂപ്പിടുന്നേ. ഞാൻ കൊല്ലത്തളാവൂലേ. ഉള്ളതാണോ പാട്ടി? മോനെ എന്നെ കാണാൻ എന്റെ ആങ്ങളെയും ഫാമിലിയും പിള്ളേരെല്ലാം കൂടെ 2 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു കേട്ടോ. ഇവര് ഈ പിള്ളേരെല്ലാം കൂടെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ടെറസിൽ കയറി. അന്നേരം വേണ്ടടാ ഈ സെക്യൂരിറ്റിയുടെ പ്രേതം പിള്ളേരെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ചെടുത്ത് ആടോട്ടി അടിക്കാൻ നോക്കി. എന്നിട്ട് എന്താ നിങ്ങൾ ജീവൻ കൊണ്ട് വാങ്ങി നാട് വിട്ട്. എനിക്ക് തോന്നുന്ന സെക്യൂരിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ മോന്റെ കൂട്ടുകാരൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ത് സംഭവം? ലൂപ്പാണ് സംഭവം. ആ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനാണെങ്കിൽ അവർക്ക് പിന്നാടി സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ. നമ്മൾ ഈ ഇറങ്ങിയ സ്റ്റെപ്പ് തന്നെ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രയാസത്തിന്റെ ലൂപ്പില് പൊളിച്ച് മുട്ടായി മുട്ടായി തരാറില്ലയോ? അത് ചോദിക്കാൻ നിൽക്കണേ. മുട്ടായി അത് ഒന്നുകൂടെ കണ്ട ലാസ്റ്റ് ടൂർ ഓർക്കുമ്പോ അയ്യോ അത് ഹിറ്റായില്ലേ?
എന്താ ഈ കൃഷ്ണേന്ദ്രനെ ഇതൊക്കെ പറഞ്ഞാലും ആള് എത്ര ക്യാരക്ടറാ ചെയ്തേക്കുന്നത്. ഭീകരം, വല്ലാത്തൊരു മനുഷ്യണ്ട്. ആ ചെക്കനായിട്ട് പാട്ടിയായിട്ട് മറ്റോടത്ത് ഭാര്യയായിട്ട് വന്നു. എന്തൊരു മനുഷ്യനാ ചങ്ങായി. കൊടൂരം. അടിപൊളി ആക്ടറുമാണ് കേട്ടോ. ചെയ്യുന്നതൊക്കെ ചിരിപ്പിച്ചിട്ടൊരു വഴിയായിട്ട്. ഇതിപ്പോ ശരിക്കും ഫുള്ള് ചിരിക്കാനായല്ലോ. ഇത് സൂപ്പറായി. പേടിക്കുന്നോണ്ട് ചിരിക്കാനും ഉണ്ട്. അതിന് മുമ്പുണ്ട് നിഷ്കളങ്കത. ആ കുട്ടീന്റെ അന്ത കുട്ടി നിക്ക. എന്നിട്ട് അതിന് ശേഷം കുട്ടികളായിട്ട് അത് മറ്റോ പറഞ്ഞിട്ട് പോണതാണ്. അതിന് വലിയ പോണ ഉഴുപ്പല്ല അത്. അത് ഞാനതിൽ കേട്ടില്ലേ? അത് പറഞ്ഞിട്ടാണ് ഓടുന്നത്. ഗംഭീര സാധനം. സൂപ്പർ സാധനം. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, പാർട്ട് 3 ഉണ്ട്. നാളെ അതും കൂടെ കൊണ്ടുവരാട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.